കൊച്ചിയുടെ ഹൃദയത്തിൽ തോപ്പുംപടിയെ ഒരു പുതിയ രുചിലോകം നിങ്ങൾക്കായിതാ ബനാവിൽ. അവിൽ മിൽക്കിൽ ഫ്രഷ്നെസിന്റെയും ക്വാളിറ്റിയുടെയും മറുവാക്ക്. ഓർമ്മകൾ പങ്കുവെക്കാൻ, കൂട്ടുകൂടാൻ, ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം. 80-ൽ പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ. കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിലുണ്ട് കൂടെ. അവിൽ മിൽക്ക് മാത്രമല്ല, കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ഫലൂഡകളും വിവിധ തരം ഷേക്കുകളും. ഇന്ന് തന്നെ വരൂ ബനാവിൽ, PT ജേക്കബ് റോഡ്, തോപ്പുംപടി, കൊച്ചി. കൊച്ചിയിലെ പുരാതന കുടുംബമായ താഴത്തേൽ കുടുംബസംഗമം നടന്നു. താഴത്തേൽ കുടുംബം 1800കളുടെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന താഴത്തേൽ മമ്മിക്കുടിയുടെ മകനായ മുഹമ്മദിന്റെ 5 മക്കളുടെ 7 തലമുറ വരെയുള്ള കുടുംബങ്ങളാണ് ഇന്നുള്ളത്. പരസ്പര സഹായം, ഒത്തൊരുമ, ഇതാണ് ഈ കുടുംബത്തിന്റെ മുഖമുദ്ര. താഴത്തേൽ കുടുംബം ഇന്നവരെല്ലാം കൽവത്തി കസിൻസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മ തുടരുന്നു. ഏകദേശം 250-ൽ പരം അംഗങ്ങളുള്ള ഒരു കൂട്ടായ്മയാണിത്. കാലം കറങ്ങുന്നതിന്റെ വേഗം കൂട്ടാനോ കുറക്കാനോ ഏതെങ്കിലും മനുഷ്യനോ ഭരണാധികാരിക്കോ കഴിയുമോ? വൃദ്ധനായ എനിക്ക് എന്റെ ബാല്യ, കൗമാര, യൗവനകാല അനുഭവങ്ങൾ ഇന്നലെയോ ഒരു മാസം മുമ്പോ നടന്നതായി തോന്നുന്നു. ഈ വിധം തന്നെയാണ് എല്ലാവരുടെയും ചിന്തകൾ. ഈ കുടുംബവേദിയിൽ സമ്മേളിക്കുന്നവരിൽ ശൈശവ, ബാല്യ, കൗമാര, യൗവനാവസ്ഥയിലുള്ളവരും വയോജനങ്ങളും. ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പുരാതനമായ മുസ്ലിം കുടുംബത്തിന്റെ കൂട്ടായ്മ കൂടിയാണ് താഴത്തേൽ കുടുംബം. ഇതിനെല്ലാം മുഖസാക്ഷിയായി നിൽക്കുന്ന കൽവത്തയിലെ മാളിയേക്കൽ തറവാട് കൊച്ചിയിലെ ഏറ്റവും പുരാതനമായ കുടുംബമായ താഴത്തേൽ കുടുംബം ഒക്ടോബർ 2-ാം തീയതി കൊച്ചിയിലെ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ഒത്തുകൂടി. 80 വയസ്സുള്ള 3-ാം തലമുറ തൊട്ട് 1 വയസ്സുള്ള കൊച്ചുകുട്ടികൾ വരെ കൂട്ടായ്മയിൽ പങ്കെടുത്തു. റൌഫ്, ഹാഷിം, റഹിയാന, PM ഹാരിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൂട്ടായ്മ നടന്നത്. തുടർന്ന് വിപുലമായ കലാപരിപാടികളോടെ കൂട്ടായ്മ സമാപിച്ചു. സന്തോഷം തോന്നി. എല്ലാവരും വളരെ ആക്റ്റീവായിട്ടായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും വരാനുണ്ടെന്ന് തോന്നുന്നു. നമ്പേഴ്സ് കുറവാണ് കാണുന്നത്. അതവിടെ നമ്മള് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത് പ്രായം കൂടി വരുമ്പോഴാണ്. പ്രായം കൂടി വരുന്നു എന്ന് പറയാൻ ചിലർക്കൊക്കെ വലിയ പ്രയാസമുള്ളത് തന്നെയാണ്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ പ്രായം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.